ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം പ്രേക്ഷകർ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് ജാസ്മിൻ്റെ വൃത്തിയെക്കുറിച്ചിട്ട്, ജാസ്മിൻ കിച്ചണിൽ ജോലി ചെയ്യാത്തതിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ജാസ്മിൻ ജിൻഡോയെ അടിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ലാലേട്ടൻ വന്നിട്ട് വളരെ കർശനമായിട്ട് ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഭൂരിഭാഗവും കരുതിയിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അധികം പേരും വെയിറ്റ് ചെയ്തത്. കാരണം ജിൻഡോന്റെ സങ്കടം അത്രമാത്രമായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരാളോട് സങ്കടം പറയാനോ ഒന്ന് കരയാനോ ഒന്നുമില്ലാത്തൊരു ജിൻഡോ. അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു നീക്കം ഉണ്ടാവുമെന്ന് എല്ലാവരും കരുതി. അപ്പൊ ശനിയാഴ്ച ദിവസം ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചതുമായിട്ടും ഗബ്രീനെ പിടിച്ചു വെച്ചതുമായിട്ടും ഒക്കെ ചോദ്യം ഉണ്ടായി. പക്ഷെ അതും സാധാരണഗതിയിലുള്ള ചോദ്യം ചെയ്യലായിരുന്നു. അതിനൊരു താക്കീതിന്റെ മുന ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ സിബിനോടൊക്കെ ദേഷ്യപ്പെട്ടതിന്റെ 4-1 അംശം പോലും ഇത്രയധികം കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ആളുകളോട് ലാലേട്ടൻ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് അതിശയകരമായിട്ടുള്ള കാര്യം. കാരണം ഗബ്രി ഒരേപോലെ തന്നെ ജിൻഡോ പിടിച്ചു വെച്ചു എന്ന് പറയുന്ന പോലെ തന്നെ ഗബ്രിയും പിടിച്ചു വയ്ക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്തില്ല. ജിൻഡോ പിടിച്ചു വെച്ചതിനെ മാത്രമാണ് ലാഘവ ബുദ്ധിയോടെ ചോദ്യം ചെയ്തത്. കാരണം ജിൻഡോയെ അത്രമാത്രം ശക്തമായ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല. കാരണം തുല്യമായിട്ട് ഗബ്രി അവിടെ തെറ്റിയതുണ്ട്. അതുപോലെ തന്നെ ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചത് ജിൻഡോയല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല. ജിൻഡോ അല്ലാന്ന് നമുക്ക് വീഡിയോയിൽ കാണാൻ പറയുന്നുണ്ട്. വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചെങ്കിലും വീഡിയോ പ്ലേ ചെയ്തിട്ടും അവിടെയുള്ളവർക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ല ഇത് എന്തുകൊണ്ട് ഈ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു, ജിൻഡോ അല്ല ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചതെന്ന് പലർക്കും ധാരണ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ബിഗ് ബോസിനും ലാലേട്ടനും ഉണ്ടായിരുന്നു. ജിൻഡോ അല്ല മുടി പിടിച്ച് വലിച്ചതെന്നെങ്കിലും ലാലേട്ടൻ പറയും. പക്ഷെ അതൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പല ആൾക്കാരും ജിൻഡോയെ തന്നെയാണ് ബ്ലെയിം ചെയ്യുന്നത്. ജിൻഡോ ആണ് എങ്ങനെ ഫിസിക്കലി എല്ലാവരെയും ആക്രമിക്കുന്നത് എന്നുള്ള തരത്തിലാണ്. അതുപോലെ തന്നെ ജാസ്മിൻ കാലിന്റെ നഖം കടിക്കുന്നത് എല്ലാവരും കണ്ടതാണ്. അതിനെയും ക്വസ്റ്റ്യൻ ചെയ്തില്ല. അത് പിന്നെ പേഴ്സണൽ കാര്യമാണെന്ന് വെക്കാം. അതുപോലെ ജയിലിൽ പോയി കിടന്നിട്ട് ആ ജിൻഡോനെ എത്രമാത്രം ഉപദ്രവിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ ഉപദ്രവിച്ചു ജാസ്മിനെ. അദ്ദേഹത്തെ അടിച്ചു, അദ്ദേഹത്തെ ചവിട്ടി, അദ്ദേഹത്തിന്റെ ദേഹത്ത് കാലെടുത്ത് വെച്ചു, അദ്ദേഹത്തെ നേരാവണ്ണം ഉറങ്ങാൻ സമ്മതിച്ചില്ല. ഒരുപാട് മോശം പദപ്രയോഗങ്ങൾ അദ്ദേഹത്തിന് നേരെ നടത്തി. പക്ഷെ അതൊന്നു പോലും ക്വസ്റ്റ്യൻ ചെയ്തില്ല. അതിന് പകരം എന്താണ് വളരെ രസകരമായിരുന്നോ ജയിലിനകത്ത് എന്തായിരുന്നു ജാസ്മിൻ, എന്തായിരുന്നു ജിൻഡോ, എന്തായിരുന്നു പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ കൂളാക്കുന്ന ഒരു ലാലേട്ടനെയാണ് നമ്മൾ കണ്ടത്. അതിന് പകരം നിങ്ങൾ അയാളെ അടിച്ച പോലെ അയാൾ നിങ്ങളെ അടിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാനുള്ള മര്യാദ ബിഗ് ബോസോ ലാലേട്ടനോ കാണിച്ചില്ല. എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? ഈ തെറ്റ് ചെയ്യുന്ന എല്ലാം ജാസ്മിനും ഗബ്രി ആയതുകൊണ്ടാണോ ഇവരെ ഒന്നും പറയാത്തത്? അതാണ് അറിയേണ്ടത്. ബാക്കി എല്ലാവരെയും ഫയർ ചെയ്യുന്നുണ്ടല്ലോ. നിസ്സാര കാര്യങ്ങൾക്ക് ബാക്കി എല്ലാവരും ഫയർ ചെയ്യുന്നുണ്ട്. സിബിൻ ഇതിന്റെ 4-1 ഭാഗം തെറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻ അടക്കാൻ വയ്യാത്തത് കൊണ്ട് അദ്ദേഹം ഒരു ആംഗ്യം കാണിച്ചു. ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ ഒരു ആംഗ്യം കാണിച്ചു. അത് ഈ അദ്ദേഹത്തിന്റെ മേലെ തന്നെ കണ്ണ് നട്ട് ഇരിക്കുന്ന ജാസ്മിൻ മാത്രം കണ്ടിട്ടുള്ളൂ. ജാസ്മിൻ അയാളെ തന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ഇരുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആക്ട് കണ്ടത്. അല്ലെങ്കിൽ ആരും കാണാൻ കൂടി പോകുന്നുണ്ടായിരുന്നില്ല ആ ആക്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് താങ്ങാവുന്നതിലധികം പണിഷ്മെന്റ് കൊടുത്തു. പക്ഷെ പരസ്യമായിട്ട് ഒരാളെ തല്ലിയ ആൾക്ക് ഒരു വാണിങ്ങോ ഒരു കഠിനമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യലോ പോലും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നലെ ശരിക്ക് ബിഗ് ബോസ് ലാലേട്ടൻ മറന്നുപോയ ഒരു സംഭവമുണ്ട്. ലാലേട്ടൻ വരുമ്പോൾ ബിഗ് ബോസ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പാൽക്കുപ്പിയും ഒരു തൊട്ടിലും കൂടി കൊടുത്തയക്കണമായിരുന്നു. അതിന്റെ 2ന്റെ കുറവ് ബിഗ് ബോസ് ഹൗസിലുണ്ട്. കാരണം ജാസ്മിനെ തൊട്ടിൽ കടത്തിയിട്ട് ആട്ടാൻ അവിടെ ഗബ്രി ഉണ്ട്. ഒരു പാൽക്കുപ്പിയും കൂടി സംഘടിപ്പിച്ച് കൊടുത്താൽ ഉഷാറായി നല്ല ഗംഭീരമായിട്ട് പോകും. അത് തന്നെയാണ് ഇനി വേണ്ടത്. ഇനി അടുത്ത പ്രാവശ്യം ലാലേട്ടൻ വരുമ്പോഴെങ്കിലും ബിഗ് ബോസ് മറക്കാതെ ഒരു പാൽക്കുപ്പിയും തൊട്ടിലും കൂടി കൊടുത്തയച്ചാൽ ഈ ഷോ നല്ല ഗംഭീരമായിട്ട് ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും. ആ തൊട്ടിലാട്ടം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ കണ്ടന്റ് ഇഷ്ടം പോലെ പുറത്തേക്ക് പോകും, റേറ്റിംഗ് അങ്ങനെ കുതിച്ചുയരും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നമുക്ക് വീക്കെൻഡിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് ഫയർ ചെയ്യാം. ഇവർ പാലും കുടിച്ച് ഗബ്രി ജാസ്മിൻ്റെ തൊട്ടിലാട്ടി ജാസ്മിൻ തൊട്ടിൽ കിടന്ന് അങ്ങനെ ആടി അങ്ങനെ കിടന്നു. എന്ത് തെറ്റ് ചെയ്താലും ആ തൊട്ടിൽ ഓടിപ്പോയി കിടന്നോളും. അപ്പൊ അടുക്കളപ്പണി ചെയ്യാതെ ഏത് നേരം ഗബ്രിയുടെ കീഴിൽ പോയിരുന്ന് വർത്താനം പറയാൻ മാത്രം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എപ്പോൾ മിനിറ്റിന് ഗബ്രിയുടെ അടുത്ത് പോയിരുന്ന് സൊള്ളലാണ് പണി. അതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. അതിനൊരു വയ്യായിക ഉണ്ടായിരുന്നില്ല. അടുക്കളപ്പണി ചെയ്യാൻ മാത്രമേ വയ്യായിക ഉണ്ടാകും. അതിനെ കുറിച്ച് പോലും ഒന്ന് നേരാവണ്ണം ക്വസ്റ്റ്യൻ ചെയ്ത് ലാലേട്ടൻ. അപ്പൊ ഇതിങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണ് അവിടെയുള്ള കുറവ്. അതൊന്ന് പരിഹരിക്കണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു അപേക്ഷ.